ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഫാമിലി ഗാർഡൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചെടികൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട. അപ്പോൾ അതിനുള്ള മണ്ണ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേൾക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡ്രമ്മിലാണ് നമുക്ക് ചെടി സെറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രമ്മും അതുപോലെ തന്നെ മണ്ണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രമ്മിൻ്റെ അടിയിൽ ഫുള്ള് ഓട്ടൊക്കെ ഇട്ട് ഫുള്ള് മണ്ണൊക്കെ ഫില്ല് ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് റംബൂട്ടാൻ കേട്ടോ. അപ്പോൾ നമ്മൾ റംബൂട്ടാൻ്റെ കവറൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ഹോം ഗ്രോൻ്റെ NIT എന്ന് പറയുന്ന വെറൈറ്റി റംബൂട്ടാനെ നമ്മളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു പ്ലാന്റാണ്. ഇതിന് 2 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് കായ പിടിക്കും. കാരണം ഇതൊരു 1.5 വർഷത്തോളൊക്കെ ഇപ്പോൾ പ്രായമായ തയ്യാനുണ്ട് ഈ വലുപ്പമുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ കവറൊക്കെ പൊളിച്ച് മാറ്റിയിട്ട് ഡ്രമ്മിൻ്റെ അടിയിൽ ഫുള്ള് മണ്ണും ചകിരി ചോറെല്ലാം ഇട്ടിട്ട് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് നമ്മുടെ തൈയിൻ്റെ ലെവൽ നോക്കുക കേട്ടോ. കറക്റ്റ് ലെവലിലേക്ക് നിൽക്കണം, സെൻട്രലായിട്ട് നിൽക്കാനുള്ള ലെവൽ നോക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ മണ്ണിടുന്നതിൻ്റെ മുന്നേറ്റ് നമ്മൾ ടാഗ് നമ്മളെ മണ്ണിൻ്റെ അടിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെടിയുടെ കുറച്ച് മുകളിലേക്ക് കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിലേക്ക് ആ ഇലയുടെ കമ്പിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇപ്പോൾ പുതിയ കമ്പ് വന്നതാണ്, അതുകൊണ്ടാണ് ഇത് മുകളിലേക്ക് കയറ്റി വെക്കേണ്ടി വന്നത്. ഇല്ലെങ്കിൽ അത്യാവശ്യം മുകളിൽ തന്നെ ഇരുന്നത്. പിന്നെ നമ്മൾ വലിയ ഡ്രമ്മിലേക്ക് ആക്കിയത് കൊണ്ട് പിന്നെ അത് ചെടി ഒന്ന് താഴ്ന്നത് കൊണ്ട് നമ്മൾ വീണ്ടും അതിനെ പൊക്കി അടിയിൽ മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒന്നും കൂടി പൊന്തിച്ചിട്ട് അടിയിൽ മണ്ണിട്ടിട്ട് കറക്റ്റ് സെൻറ്ററിൽ തന്നെ പിന്നെയും വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വെച്ചതിന് ശേഷം 4 പുറത്ത് കൂടി നമ്മൾ ചകിരി പിന്നെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കെവിയർക്ക് കൊടുത്തിട്ട് മണ്ണും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചാക്കിൽ മണ്ണ് ഫുള്ള് റെഡിയാക്കി കൊടുത്തിട്ടാണ്. നമ്മുടെ കടയിൽ നിന്ന് മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും എല്ലുപൊടി വേപ്പുണ്ടാക്കി എല്ലാ വളങ്ങളും മിക്സ് ചെയ്തിട്ട് നമ്മൾ ചാക്കിലാക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ചാക്കിലത്തെ മണ്ണ് ഏകദേശം ഫുള്ള് കൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചാക്ക് മണ്ണ് വീണ്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ മണ്ണ് പോരാ, അത് തികയില്ല. അപ്പോൾ നമ്മൾ ബെഡിൻ്റെ മുകളിലേക്ക് ഇടാൻ പാടില്ല കേട്ടോ. ബെഡിൻ്റെ മുകളിലേക്ക് മണ്ണിടാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ചെടിനെ പൊന്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബെഡിൻ്റെ താഴെ തന്നെ നമ്മൾ മണ്ണൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫില്ല് ചെയ്ത് കേട്ടോ. ഇനി ഇത് നമ്മൾ വേറൊരു ഡ്രമ്മ് സെറ്റ് ചെയ്ത് കേട്ടോ. ഇതിൽ നമുക്ക് വെക്കാനുള്ളത് ഡ്രാഗൺ ഫ്രൂട്ടാണ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഡ്രമ്മിൻ്റെ അടിയിൽ ഹോളൊക്കെ ഇട്ടിട്ട് മുകളിൽ ചകിരി മണ്ണ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നന്നായിട്ട് മണ്ണും ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ 5 ചെടി സെറ്റ് ചെയ്യാണ്ടായിരുന്നു. 5 ഡ്രമ്മിലായിട്ടാണ് ചെടികൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വീണ്ടും നമുക്ക് മണ്ണ് കുറച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമുക്ക് വെക്കാനുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ. അപ്പോൾ ഇത് നമുക്ക് 2 ചട്ടി ഡ്രാഗൺ ഫ്രൂട്ട് ഇതിൽ സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ആദ്യത്തെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഡ്രമ്മിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഡ്രാഗൺ ഫ്രൂട്ടും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ 2 ചെടിയാണ് വെക്കുന്നത്. 2 വേറെ ചട്ടിയിലായിരുന്നു. അത് നമ്മൾ രണ്ടും പാടെ ഒറ്റ വലിയ ഡ്രമ്മിലേക്ക് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഫുള്ള് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ നിറച്ച റംബൂട്ടാനാണ്, കണ്ടില്ലേ? ഇതാണ് നമ്മുടെ റംബൂട്ടാൻ വരുന്നത്. അപ്പോൾ അതുമ്പോൾ 2 കായൊക്കെ ഉണ്ടാകുന്നുണ്ടോ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്മേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് പേരുണ്ട് സെറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അടുത്തും ഇതേമാതിരി തന്നെ നമ്മൾ ഡ്രമ്മിൻ്റെ അടിയൊക്കെ ഹോൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചകിരി മണ്ണ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ പേര കവറിലാണ് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് 2 ചട്ടിയിലായിരുന്നു വന്നത്. ഇത് നമുക്ക് കവറിലാണ് വരുന്നത്. അപ്പോൾ കെവിയർക്ക് നമുക്ക് മണ്ണൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ പേരെണ്ണയും കൂടി ഡ്രമ്മിലേക്ക് സെറ്റ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ കവറൊക്കെ നേരത്തെ തന്നെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഉള്ളിലിട്ട് പൊളിക്കൽ ലേശം പ്രയാസകരമായതുകൊണ്ട് നമ്മൾ പുറത്തിട്ട് തന്നെ കവറൊക്കെ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ വെച്ച് 4 പുറത്ത് കൂടെ ചകിരിപ്പിന്നെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് മണ്ണിടുക കേട്ടോ. അപ്പോൾ മണ്ണിൽ നമ്മൾ മിക്സ് ചെയ്ത വളങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.